യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദമായിട്ട് നമ്മളിരുന്ന് പ്രാർത്ഥിക്കണം. വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകും. സക്രിയായുടെ പുസ്തകം 2-ാം അധ്യായം 13-ാം തിരുവചനം, കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം എല്ലാവരും പ്രാർത്ഥിക്കണം. കൂടുതൽ സമയം ദിവ്യകാരുണ്യത്തിന് മുന്നിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കൃപ കിട്ടിയവർ അത് തുടരണം. ആ കൃപയിൽ വളരണം. അതിലൂടെ ഒത്തിരി ദൈവാനുഗ്രഹം നമുക്ക്, നമ്മുടെ കുടുംബത്തിനും ആ ദേശത്തിനൊക്കെ ലഭിക്കും. സെഫാനിയായുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. അവിടെയും കർത്താവിൻ്റെ വചനം ആവർത്തിക്കുകയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നിശബ്ദരായിരിക്കുവിൻ. നമുക്ക് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ, പൈശാചികമായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് എതിരാളികൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുക. ദൈവം നമുക്ക് ശക്തി നൽകും. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 5-ാം തിരുവചനം, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അവിടുത്തെ നോക്കിയവർ, കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അവർ ലജ്ജിക്കാനായിട്ട് ദൈവം ഒരിക്കലും ഇടയാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ ദേവാലയത്തിലോ നമ്മുടെ അടുത്ത പരിസരങ്ങളിലോ നിത്യാരാധന ചാപ്പലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന കോൺവെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിന് മുന്നിലൊക്കെ ഒത്തിരി സമയം നമ്മൾ വ്യക്തിപരമായിട്ടോ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പോയിട്ട് നിശബ്ദതയിൽ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. സങ്കീർത്തന പുസ്തകം 46-ാം അധ്യായം 10-ാം തിരുവചനം ഇപ്രകാരമാണ്: ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകളൊക്കെ ചിലപ്പോൾ വരും, ശാരീരികമായി ക്ഷീണം വരും, ആത്മാവിൽ ഒത്തിരി പീഡകളൊക്കെ വരുമ്പോൾ ദൈവസന്നിധിയിൽ ശാന്തമാകുക. ശാന്തമാകുക, ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുക. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇൻസിനു ജേസു എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു വൈദികന് ഈശോ നൽകുന്ന വെളിപാടുകളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഇതാണ്: ഈശോയുടെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒത്തിരി സമയം നിശബ്ദതയിൽ ചെലവിടുക, പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവം കണ്ടറിഞ്ഞ് തരും എന്നാണ് ഈശോ അവിടെ വെളിപ്പെടുത്തുന്നത്. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഇപ്പോൾ തന്നെ നീ ജീവിതത്തിൽ ശക്തമായ തീരുമാനമെടുക്കുക. ദൈവസന്നിധിയിൽ കുറേ സമയം നിശബ്ദതയിൽ കർത്താവിനോട് ഒത്ത്, കർത്താവിൻ്റെ അടുത്തിരുന്ന് ഞാൻ ഒത്തിരി സമയം നിശബ്ദതയിൽ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിശബ്ദനായിരിക്കും, പ്രാർത്ഥിക്കും എന്നൊരു തീരുമാനമെടുക്കുക. ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. കർത്താവെ, നിന്നെ നോക്കിയിരിക്കുവാൻ, നിന്റെ സന്നിധിയിൽ നിശബ്ദരായിട്ടിരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള വലിയ കൃപ ലഭിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.